എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഞാൻ അന്തസ്സുള്ള റോയൽ ഫാമിലി ജനിച്ചുകൊണ്ട് ചോദിക്കാൻ, തന്നെ കെട്ടാൻ വേണ്ടി ഞാൻ എവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും യുദ്ധം ചെയ്യണം? ഐ മീൻ വാർ പറയട്ടോ. അശ്വതിയെ വിവാഹം കഴിച്ച ശേഷം ഉണ്ണി അക്രമജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചു. നിയമ പഠനം പൂർത്തിയാക്കി. ഇന്നവൻ പ്രശസ്തനായ ഒരു വക്കീലാണ്. പണത്തിനും പദവിക്കും വേണ്ടിയല്ല ഉണ്ണി കേസ് വാദിക്കുന്നത്. പാവപ്പെട്ടവർക്ക് നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നീതി വാങ്ങിക്കൊടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രണയത്തിനും ജീവനും കാവൽ നിന്ന ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നാട്ടിൽ എന്തൊരു പ്രശ്നമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ഉണ്ണിയാണ്. അവരിൽ പലരുടെയും മക്കളുടെ പഠന ചെലവുകൾ ഇന്ന് നോക്കി നടത്തുന്നത് ഉണ്ണിയും അശ്വതിയുമാണ്. സാധാരണക്കാർ നേരിടുന്ന അനീതികൾക്കെതിരെയും പ്രതികരിക്കുന്നവനാണ് അവൻ. ഉണ്ണിയുടെ മാതാപിതാക്കൾക്ക് അശ്വതി എന്ന സ്വന്തം മകളെ പോലെ തന്നെയാണ്. ഉണ്ണിയുടെ സഹോദരി അവളുടെ ഭർത്താവിനൊപ്പം വിദേശത്താണ്. അശ്വതി തന്റെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡോക്ടറായി മാറി. കൊച്ചിയിൽ തന്നെ അവൾ ഒരു ക്ലിനിക്ക് തുടങ്ങി. ഉണ്ണി അവൾക്ക് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു. അശ്വതിയുടെ സ്നേഹം ഭൂതകാലത്തിന്റെ മുറിവുകൾക്കുള്ള മരുന്നായി മാറി. ഉണ്ണിക്കും അശ്വതിക്കും ഒരു മകനുണ്ട്, കാർത്തിക്. അവൻ അച്ഛന്റെ പാത പിന്തുടർന്ന് ഒരു ലോ കോളേജിൽ പഠിക്കുകയാണ്. ഉണ്ണിയുടെ ആ പഴയ സുഹൃത്ത് കോമളൻ ഇന്ന് ഉണ്ണിയുടെ കുടുംബത്തിലെ ഡ്രൈവറും ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരുമാണ്. അശ്വതിയെയും ഉണ്ണിയെയും ജോലിക്ക് കൊണ്ടുവിടുന്നതെല്ലാം കോമളന്റെ ചുമതലയാണ്. മകൻ കാർത്തിക്കിന് ഏറ്റവും പ്രിയപ്പെട്ടയാൾ കോമളനാണ്. ഉണ്ണിയുടെ പഴയ ക്യാമ്പസ് കഥകളും പോരാട്ടങ്ങളും കാർത്തിക്കിന് പറഞ്ഞു കൊടുക്കുന്നത് കോമളനാണ്. ഉണ്ണിയുടെ മുത്തച്ഛൻ ഇപ്പോൾ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ പിടിപെട്ട് പഴയ ഊർജമെല്ലാം നഷ്ടപ്പെട്ട നിലയിലാണ്. എങ്കിലും കാർത്തിക്കിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ നിമിഷങ്ങൾ അയാളെ ഒരുപാട് സന്തോഷത്തിലാക്കുന്നുണ്ട്. ഉണ്ണി എന്ത് തീരുമാനമെടുക്കുമ്പോഴും അത് ആദ്യം പറയുന്നത് അവന്റെ മുത്തച്ഛനോടാണ്. വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തലേന്ന് ഉണ്ണി അശ്വതിയുടെ അടുത്തേക്ക് പോയത് മീനാക്ഷിയെ മാനസികമായി തളർത്തിയിരുന്നു. അവളുടെ കുടുംബം ഉണ്ണിയോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും മീനാക്ഷി തന്നെയാണ് അവരെ തടഞ്ഞത്. പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ആയുസ്സില്ലെന്ന് അവൾ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തന്റെ സഹോദരിയുടെ വിഷമം കണ്ട് ആദ്യം ഉണ്ണിയോട് കടുത്ത വിരോധം പുലർത്തിയ ശിവ കാലക്രമേണ വൈരാഗ്യം അവസാനിപ്പിക്കുന്നു. പിന്നീട് മീനാക്ഷി തന്റെ മുഴുവൻ ശ്രദ്ധയും കരിയറിൽ കേന്ദ്രീകരിച്ചു. വർഷങ്ങൾക്കിപ്പുറം അവൾ ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തയായ ഒരു ക്രിമിനൽ ലോയറായി മാറി. അവൾ തന്റെ ഭൂതകാലം മറന്ന് അവളെ മനസ്സിലാക്കുന്ന ഒരു സഹപ്രവർത്തകനെ വിവാഹം കഴിച്ചു. തന്റെ നഷ്ടങ്ങളിൽ തളരാതെ അവൾ സ്വന്തം വഴി കണ്ടെത്തി സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. ഇന്നവൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സഞ്ജനയുടെ അമ്മ കൂടിയാണ്. ശിവ ഒരു അഭിഭാഷകനായെങ്കിലും കൂടുതൽ സമയവും തന്റെ ബിസിനസിനു വേണ്ടിയാണ് അവൻ ചെലവഴിക്കുന്നത്. ചെന്നൈയിലെ ഒരു പ്രശസ്ത കലാകാരിയായ പൂർണിമയാണ് ശിവയുടെ ഭാര്യ. അവർക്ക് നാഗേഷ് എന്നുപേരുള്ള ഒരു മകനും കൂടിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ശിവ അപ്രതീക്ഷിതമായി ഉണ്ണിയെ കണ്ടുമുട്ടുന്നു. പഴയ ശത്രുതയെല്ലാം മറന്ന് ഇന്നവർ പരസ്പരം താങ്ങായി നിൽക്കുന്ന ഉറ്റ സുഹൃത്തുക്കളാണ്. അശ്വതിയെ തിരികെ കൊണ്ടുവരാനും ഉണ്ണിയെ വധിക്കാനുമുള്ള കരിമ്പാറക്കാരുടെ അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ പ്രഭാകരൻ പൂർണ്ണമായും തകർന്നു. അധികം വൈകാതെ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്ന് തളർന്ന കിടപ്പിലായി. വർഷങ്ങളോളം കിടക്കയിൽ കഴിഞ്ഞ അദ്ദേഹം താൻ ചെയ്ത ക്രൂരതകളുടെ ഫലമാണ് ഈ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞു. അവസാന നാളുകളിൽ അശ്വതിയെ ഒരു നോക്ക് കാണാൻ അയാൾ ആഗ്രഹിച്ചു. വിവരമറിഞ്ഞ് ഉണ്ണിയും അശ്വതിയും മകനുമായി കരിമ്പാറക്കൽ തറവാട്ടിൽ എത്തിയപ്പോൾ പ്രഭാകരൻ വിതുമ്പിക്കൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചു. അതോടെ ആ പഴയ വലിയ പക എന്നേക്കുമായി അവസാനിച്ചു. പ്രഭാകരൻ കിടപ്പിലായതോടെ അതുവരെ ഒരുമിച്ച് നിന്നിരുന്ന ദിവാകരനും സുധാകരനും സ്വത്തുക്കൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ദിവാകരനും സുധാകരനും ഇതേ തുടർന്ന് പരസ്പരം അകന്നു. അശ്വതിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ പോലും വ്യാജരേഖ ചമച്ച് കൈക്കലാക്കാൻ ഇരുവരും ശ്രമിച്ചു. ഇത് അവർക്കും ഉണ്ണിക്കിടയിലും വലിയ നിയമയുദ്ധങ്ങൾക്ക് കാരണമായി. ഒടുവിൽ കേസും കൂട്ടവുമായി. അശ്വതിയുടെ പിടിച്ചുവെച്ചിരുന്ന സ്വത്തുക്കൾ തിരിച്ച് അവൾക്ക് തന്നെ ലഭിച്ചു. സുധാകരനും ദിവാകരനും ഇതോടെ മുട്ടുമടക്കേണ്ടി വന്നു. ആ സ്വത്ത് അശ്വതി സ്വന്തം ആവശ്യത്തിന് മാത്രമായി ഉപയോഗിച്ചില്ല. ഒരു ഭാഗം അവർക്ക് തന്നെ നൽകി. മാത്രമല്ല
കരിമ്പാറക്കൽ കുടുംബം പണ്ട് ദ്രോഹിച്ച പാവപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിനും ക്ലിനിക്കിന്റെ വികസനത്തിനും പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകാനുള്ള ഫണ്ടിനായും അവൾ ആ തുക മാറ്റിവെച്ചു. നാളുകൾക്ക് ശേഷം ഒരു ഓണനാളിൽ ചെന്നൈയിൽ നിന്ന് ശിവയും മീനാക്ഷിയും അവരുടെ കുടുംബങ്ങളും ഒന്നിച്ച് ഉണ്ണിയുടെ വീട്ടിൽ ഒത്തുചേർന്നു. ഉമ്മറത്തിരുന്ന് ഉണ്ണിയും ശിവയും പഴയ ക്യാമ്പസ് കഥകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അടുക്കളയിൽ അശ്വതിയും മീനാക്ഷിയും പൂർണിമയും ഒന്നിച്ച് സദ്യയൊരുക്കുന്ന തിരക്കിലാണ്. കാർത്തികും സഞ്ജനയും നാഗേഷും പരസ്പരം തമാശകൾ പറഞ്ഞ് പൂക്കളം ഒരുക്കി അവരുടെ സൗഹൃദം പങ്കുവയ്ക്കുന്നു. കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്നത് വെറുമൊരു വാക്കല്ലെന്ന് ഈ മനുഷ്യരുടെ ജീവിതം തെളിയിച്ചു. വൈരാഗ്യവും അകൽച്ചയും നിറഞ്ഞ ഭൂതകാലത്തിന്റെ ചാരത്തിൽ നിന്നും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയ വസന്തം വിരിഞ്ഞു.